കാക്കഭുഷുണ്ഡി മഹർഷി ആരായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ വിചിത്രമായ കഥകളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ എന്താണെന്നും ആദ്യമായി മനസ്സിലാക്കാം. കാക്കഭുഷുണ്ഡിയെക്കുറിച്ച് വാൽമീകി രാമായണത്തിലും ശ്രീ രാമചരിത മാനസത്തിലും പറയുന്നുണ്ടെങ്കിലും യോഗ വാസിഷ്ഠ പുരാണത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് നിരവധി അധ്യായങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ പേര് വളരെ രസകരമാണ്. കാഗ് എന്നാൽ കാക്കയെന്നും ഭുസുണ്ട് എന്നാൽ പൗരാണിക അഗ്നിശാസ്ത്രം എന്നും അർത്ഥം. ധനുർവേദത്തിൽ 100-ലധികം ആയുധങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഭുസുണ്ട് അഗ്നിയുമായി ബന്ധപ്പെട്ട ആയുധമായി കണക്കാക്കപ്പെടുന്നു. പണ്ടൊരിടത്ത് ഭഗവാൻ ശിവന്റെ കടുത്ത ഭക്തനായ കാക്ഭുഷുണ്ഡി എന്നൊരു മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ശിവഭക്തിയല്ലാതെ മറ്റൊന്നിനോടും ആസക്തിയില്ലായിരുന്നു. ഒരു ദിവസം ശിവപൂജയിൽ മുഴുകിയിരുന്ന അദ്ദേഹം തന്റെ ഗുരു വന്നത് അദ്ദേഹം ശ്രദ്ധിച്ചില്ല. ഗുരുവിനെ ദൈവതുല്യമായി കാണേണ്ടതിന്റെ പ്രാധാന്യം കാകശുഭണ്ഡിയെ പഠിപ്പിക്കാൻ ശിവഭഗവാൻ ആഗ്രഹിച്ചു. ഭഗവാൻ ശിവൻ കോപിച്ച് അദ്ദേഹത്തെ ശപിച്ചു. അടുത്ത 1000 ജന്മങ്ങൾ നീ മൃഗയോനിയിൽ ജനിക്കും. ഈ ശാപം കേട്ട് കാകഭുഷുണ്ഡിയുടെ ഗുരു ശിവഭഗവാനോട് പലതവണ അപേക്ഷിച്ചു. ഗുരുവിന്റെ പ്രാർത്ഥന മാനിച്ച് ശിവഭഗവാന് ശാപം പൂർണ്ണമായി പിൻവലിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും 1000 ജന്മങ്ങൾക്ക് ശേഷം കാകഭുഷുണ്ഡി മനുഷ്യനായി ജനിക്കുമെന്നും ഒരു പണ്ഡിതനായി ശ്രീരാമഭക്തി നേടുമെന്നും അനുഗ്രഹിച്ചു. അങ്ങനെ 1000 ജന്മങ്ങൾ മൃഗയോനിയിൽ അലഞ്ഞ ശേഷം കാകഭുഷുണ്ഡി ഒരു ബ്രാഹ്മണനായി ജനിച്ചു. അദ്ദേഹം വിവിധ പ്രഭാഷണങ്ങൾക്ക് പോകുമായിരുന്നു. ഒരു ദിവസം ലോമസ് മഹർഷിയുടെ പ്രഭാഷണം കേൾക്കാനിടയായി. നിർഗുണ ഭക്തി സർഗുണ ഭക്തിയേക്കാൾ ഉയർന്നതാണെന്ന് ഋഷി വിശദീകരിക്കുന്നത് കാകഭുഷുണ്ഡിക്ക് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ലോമസ് മഹർഷിയുമായി വാദിക്കാൻ തുടങ്ങി. ഇത് ലോമസ് മഹർഷിയെ കോപിപ്പിച്ചു. അദ്ദേഹം കാകഭുഷുണ്ഡിയെ കാക്കയായി മാറാൻ ശപിച്ചു. കാകഭുഷുണ്ഡിക്ക് അസംഖ്യം വർഷങ്ങളോളം ജീവിക്കാൻ കഴിഞ്ഞു. രാമായണം 11 തവണയും മഹാഭാരതം 16 തവണയും അദ്ദേഹം കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഓരോ തവണയും ഈ സംഭവങ്ങളുടെ ഫലം വ്യത്യസ്തമായിരുന്നു. ഇതിന് കാരണം അദ്ദേഹത്തിന് ലഭിച്ച സ്ഥലകാലങ്ങളിൽ നിന്ന് സ്വയം വേർപെട്ട് സമയം മുന്നോട്ട് രൂപപ്പെടുന്നതും നശിക്കുന്നതും കാണാനുള്ള അതീന്ദ്രിയ ശക്തിയായിരുന്നു. മനുഷ്യർ അവരുടെ കൈവെള്ളയിൽ സ്ഥലകാലത്തെ കാണുന്നത് പോലെ കാകഭുഷുണ്ഡിക്ക് സമയത്തിന് പുറത്തേക്ക് പോയി സമയത്തിന്റെ ഉത്ഭവവും നാശവും കാണാൻ കഴിയുമായിരുന്നു. അതുകൊണ്ടാണ് ഓരോ തവണയും രാമകഥകളും മഹാഭാരത കഥകളും അദ്ദേഹത്തിന് ഓരോ പുതിയ അനുഭവങ്ങളായത്. ഒരിക്കൽ ശ്രീരാമൻ ദൈവമാണോ എന്ന് സംശയം തോന്നിയ ഗരുഡനോട് കാകഭുഷുണ്ഡി ശ്രീരാമന്റെ മഹത്വത്തെക്കുറിച്ച് വിശദീകരിച്ചു കൊടുത്തു. നമ്മൾ ഇന്ന് മൾട്ടിവേഴ്സ്, യൂണിവേഴ്സ്, ടൈം ട്രാവൽ എന്നിവയെക്കുറിച്ച് സംസാരിക്കുകയും ഇൻഡർസ്റ്റെല്ലാർ പോലുള്ള സിനിമകൾ കണ്ട് അത്ഭുതപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ പുരാണങ്ങളായ പത്മപുരാണം, ഭാഗവത പുരാണം, യോഗ വാസിഷ്ഠ പുരാണം എന്നിവയെല്ലാം ഈ പ്രപഞ്ചത്തെക്കുറിച്ചും സമാനമായ കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വിശദീകരിക്കുന്നുണ്ടെന്ന് കാകഭുഷുണ്ഡിയുടെ കഥ ഓർമ്മിപ്പിക്കുന്നു. യോഗവാനിഷ്ഠ പുരാണത്തിൽ കാകഭുഷുണ്ഡിയെക്കുറിച്ച് നിരവധി അധ്യായങ്ങളുണ്ട്. അതിൽ ടൈം ഡയലേഷൻ, മൾട്ടിവേഴ്സ്, ക്വാണ്ടം ഫിസിക്സ് തുടങ്ങിയ നിരവധി ആശയങ്ങൾ അടങ്ങിയിരിക്കുന്നു. കാകഭുഷുണ്ഡി കാക്കയുടെ രൂപത്തിൽ വസിക്കുന്നതിനാലും അദ്ദേഹത്തെ ഏത് ജന്മത്തിലും ഉൾക്കൊള്ളാൻ കഴിയുന്നതിനാലും പിതൃകർമ്മങ്ങളുടെ ഭാഗമായി നമ്മൾ കാക്കകൾക്ക് ഭക്ഷണം നൽകാറുണ്ട്. ഇത് നമ്മുടെ വിശ്വാസപ്രകാരം നമ്മുടെ പിതൃക്കളുടെ ആത്മാക്കൾക്ക് പുതിയ ജന്മങ്ങളിലേക്ക് എത്താൻ സഹായിക്കുന്നു. അങ്ങനെ ശാപവും വരദാനവും കാലത്തിനപ്പുറമുള്ള കാഴ്ചകളുമായി കാകഭുഷുണ്ഡി ഇന്നും നമ്മുടെ പുരാണങ്ങളിൽ കാലതീതനായി ജീവിക്കുന്നു. കാകഭുഷുണ്ഡിയുടെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓം നമോ നാരായണായ. ഹർ ഹർ മഹാദേവ്.